CMA USA എൻക്വയറി ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് CMA എക്സാമിന് തിയറി ആണോ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ആണോ കൂടുതലുണ്ടാവുക എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ ഇത് ചോദിക്കാൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം നമ്മൾ ഇതുവരെ പഠിച്ച് വന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ തിയറി ക്വസ്റ്റ്യൻ, പ്രോബ്ലം ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, 10 മാർക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ CMA USന് അബ്സല്യൂട്ട്ലി ഡിഫറെൻ്റ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും എക്സാമിനേഷൻ. അവരുടെ എക്സാം അൽഗോരിതം തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് നോളജ് ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് അവർ ടെസ്റ്റ് ചോദിക്കുക. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് നോളജ്. കാരണം നമ്മൾ IMAയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മളിത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫ് സിനാരിയോയിൽ നമുക്കിത് എത്രമാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എന്നാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തിയറി എന്നോ പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മുടെ റിയൽ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ പറഞ്ഞു കൊടുക്കണമെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് നോളജ് വേണം പഠിച്ച കാര്യങ്ങളുടെ. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും CMA എക്സാമിന് ടെസ്റ്റ് ചെയ്യുക. ആ രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ പ്രോബ്ലമായിട്ട് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ അപ്ലിക്കേഷൻ ഓഫ് നോളജും കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റിനും CMAക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഡോണ്ട് പ്രിപ്പയർ ഫോർ എനി തിയറി ക്വസ്റ്റ്യൻ ഓർ പ്രോബ്ലം ക്വസ്റ്റ്യൻ. യു പ്രിപ്പയർ ഫോർ what IMA asks. I am ready to give the answer. See you in the next session.